നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഗാരോ മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീമർ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ വേരിയബിൾ ടെമ്പറേച്ചർ കൺട്രോളിനോടൊപ്പം 600 വാട്ട്സിന്റെ പവർ ലഭിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ മെയിൻ യൂണിറ്റ് ആണ്, കെറ്റിലാണ് കിട്ടുക. അതിനോടൊപ്പം തന്നെ കുറേ അധികം ആക്സസറീസ് ഉണ്ട്. നമുക്ക് ഓരോ ആക്സസറീസ് ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു സ്റ്റീമർ ലഭിക്കുന്നുണ്ട്. ഈ സ്റ്റീമറിന്റെ കപ്പാസിറ്റി 0.92 ലിറ്റർ ആണ്. ഒപ്പം തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ലിഡ് ലഭിക്കുന്നുണ്ട്. ഇത് കെറ്റിൽ ഉപയോഗിക്കാം, സ്റ്റീമറിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് മെയിൻ യൂണിറ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. അതായത് കെറ്റിലിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ഈ കെറ്റിലിന് 1.2 ലിറ്ററിന്റെ കപ്പാസിറ്റി ഉണ്ട്. പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ക്വാളിറ്റി ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കെറ്റിനുള്ളിൽ നമുക്കൊരു മിനിമം മാക്സിമം വാട്ടർ ലെവലൂടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കെറ്റിലിൽ വേരിയബിൾ ടെമ്പറേച്ചർ കൺട്രോൾ ലഭിക്കുന്നുണ്ട്. 2 ലെവൽ ടെമ്പറേച്ചർ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കെറ്റിലിന്റെ ഔട്ടർ ബോഡി നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ലുക്കും കളർ കോമ്പിനേഷനും ഒക്കെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഇതിന്റെ പവർ ബേസ് ഡിറ്റാച്ചബിൾ ആണ്. ഇതാണ് ഇതിന്റെ പവർ കോഡ്. ഇനി കെറ്റിലിനോടൊപ്പം ലഭിച്ച ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഗ്രിൽ റാക്ക് ലഭിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബൗൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു എഗ് ബോയിൽ റാക്ക് ഉണ്ട്. മാക്സിമം 6 എഗ്സ് നമുക്ക് ഒരേ സമയത്തിൽ വെച്ചിട്ട് ബോയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കെറ്റിലിന്റെ ആവശ്യം ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ഹോസ്റ്റൽ ലൈഫ് ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നവർക്ക്, ബാച്ചിലേഴ്സിന്, അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആവും. സാധാരണ നമ്മൾ കെറ്റിൽ ഉപയോഗിക്കുന്നത് പാല് തിളപ്പിക്കാനും വെള്ളം തിളപ്പിക്കാനും ആയിരിക്കും. എന്നാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണോ, വളരെ ഈസി ആയിട്ട് ഈ ഒരു കെറ്റിലിൽ അത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റീം ചെയ്തെടുക്കണോ, അതും പറ്റും. കെറ്റിലിനുള്ളിൽ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്യാം. അതിനായിട്ട് ഒരു ചെറിയ ഗ്രില്ല് തന്നിട്ടുണ്ട്. ആ ഗ്രില്ല് വെച്ചിട്ട് അതിന് മുകളിൽ നമുക്ക് സ്റ്റീം ചെയ്യേണ്ട സാധനം വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കെറ്റിൽ മുകളിൽ വെക്കാനുള്ള ഒരു സ്റ്റീമർ ഉണ്ട്. ആ സ്റ്റീമറിനുള്ളിൽ നമുക്ക് സ്റ്റീം ചെയ്യേണ്ട സാധനം വെച്ചിട്ട് അങ്ങനെയും അടച്ചു വെച്ച് സ്റ്റീം ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷേപ്പിൽ ഫുഡ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബൗൾ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ളിൽ വെച്ച് സ്റ്റീം ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പ് പറ്റത്തില്ല, ഒറ്റ ഷേപ്പേ ഉള്ളൂ. ആ ഒരു ഷേപ്പിൽ നമുക്ക് ഫുഡ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. കേക്ക് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കെറ്റിൽ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. എഗ് ബോയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രേ നൽകിയിട്ടുണ്ട്. ആ ട്രേയിൽ എഗ് വെച്ചിട്ട് ഈ കെറ്റിനുള്ളിലേക്ക് ഇറക്കി വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒരു 6 to 7 മിനിറ്റിനുള്ളിൽ നല്ല പ്രോപ്പർ ആയിട്ട് ബോയിൽ ആയിട്ട് കിട്ടും എഗ്. ഒരുപാട് തിരക്കൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയായിരിക്കും കുക്ക് ചെയ്യുന്നത്. അപ്പം ഒരേ സമയത്ത് നമുക്ക് ഈ കെറ്റിലിൽ 2 കുക്കിംഗ് നടത്താനായിട്ട് സാധിക്കും. സ്റ്റീമറിനുള്ളിലും വെക്കാം, അതേപോലെ തന്നെ കെറ്റിലിനുള്ളിലും ഒരേ സമയം തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പാല് തിളപ്പിക്കലും വെള്ളം ചൂടാക്കലും മാത്രമല്ല കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു കെറ്റിൽ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാം. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, ഇടയ്ക്ക് ഇത് കട്ട് ഓഫ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇത് കേടായി പോയോ എന്ന് ചിന്തിക്കും. പക്ഷേ കേടാവുന്നതല്ല. ഒത്തിരി ഹീറ്റ് ആയി കഴിയുമ്പോൾ അത് ഒന്ന് കൂൾ ഡൗൺ ഒന്നും ആകത്തില്ല. കുറച്ചൊന്ന് ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് കട്ട് ഓഫ് ആവും. അതിനുശേഷം വീണ്ടും ഇത് ഓൺ ആവും. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ സമയത്ത് പല പ്രാവശ്യം ഇത് ഓഫ് ആവുകയും ഓൺ ആവുകയൊക്കെ ചെയ്യും. അപ്പൊ അത് സാധാരണ കെറ്റിലിൽ അങ്ങനെ ഉള്ളതാണ്. വെള്ളം ചൂടാക്കുകയും പാല് തിളപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ അധികം നോട്ടീസ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ നോട്ടീസ് ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.